ലോക ചരിത്രത്തിൽ അഹങ്കാരവും അധികാരവും കൊണ്ട് സകലതിനെയും അടിച്ചമർത്താമെന്ന് കരുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് പലപ്പോഴും തിരിച്ചടി ലഭിച്ചിട്ടുള്ളത് നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു ജനതയുടെ ഇച്ഛാശക്തിക്ക് മുന്നിലാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ചരിത്രപരമായ അതിജീവനത്തിന്റെ ദൃശ്യങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊളുത്തിവിട്ട ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന യുദ്ധത്തിൽ 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് അമേരിക്കയുടെ തന്നെ ആത്മവിശ്വാസത്തെയും അപ്രമാദിത്വത്തെയും വിഴുങ്ങുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ കടന്നാക്രമണം ഇറാനെ തളർത്തുമെന്നായിരുന്നു വാഷിംഗ്ടണിലെ യുദ്ധതന്ത്രജ്ഞർ കരുതിയിരുന്നത്. എന്നാൽ സ്വന്തം പരമാധികാരിയുടെ രക്തത്തിന് പകരം ചോദിക്കാൻ ഇറങ്ങിയ ഇറാൻ വെറും ഒരു രാജ്യമല്ല, മറിച്ച് ഒരു ജനതയുടെ മൊത്തം പ്രതിരോധമാണെന്ന് 7 ദിവസങ്ങൾക്കുള്ളിൽ അവർ തെളിയിച്ചു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ വെറും ഒരു തിരിച്ചടിയല്ലായിരുന്നു, മറിച്ച് അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളെ തുളച്ചു കയറുന്ന പ്രഹരശേഷിയായിരുന്നു. തങ്ങൾ പടുത്തുയർത്തിയ സൈനിക കോട്ടകൾ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നു വീഴുന്നത് കണ്ട അമേരിക്കൻ സൈന്യം ഇന്ന് അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ്. ഇറാന്റെ ചങ്കൂറ്റത്തിന് മുന്നിൽ ആയുധങ്ങൾ കൊണ്ട് മറുപടി നൽകാനാവാത്ത വിധം അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവീര്യം ചോർന്നു പോയിരിക്കുന്നു. യുദ്ധക്കളത്തിൽ തന്ത്രങ്ങൾ ഓരോന്നായി പിഴച്ചതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ആത്മീയതയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഫ്ലോറിഡയിൽ പാസ്റ്റർ ടോം മുളിൻസിന്റെ നേതൃത്വത്തിൽ വൈറ്റ് ഹൌസിൽ ഓവൽ ഓഫീസിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങ് ലോകശ്രദ്ധ ആകർഷിച്ചത് അതിന്റെ ആത്മീയത കൊണ്ടല്ല, മറിച്ച് അത് പ്രകടിപ്പിച്ച രാഷ്ട്രീയ നിസ്സഹായവസ്ഥത കൊണ്ടാണ്. വിറയ്ക്കുന്ന തോളുകളിൽ കൈകൾ വിറച്ച് പാസ്റ്റർമാർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ട്രംപിന്റെ പതനമാണ് അവിടെ ദൃശ്യമായത്. സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് പാസ്റ്റർമാർ മന്ത്രിക്കുമ്പോൾ പുറത്ത് ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കൻ താവളങ്ങളെ തകർക്കുന്ന വാർത്തകളാണ് വരുന്നത്. ആയുധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്ത ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ദൈവത്തിന്റെ ഇടപെടലിനായി കൈകൂപ്പുന്ന ട്രംപ് താൻ തുടങ്ങിയ യുദ്ധത്തിൽ താൻ തന്നെ പരാജയപ്പെട്ടു എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ്. ഇറാന്റെ തിരിച്ചടി കേവലം മിസൈലുകളിൽ ഒതുങ്ങുന്നില്ല. ലോകത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതോടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഇന്ധനവില കുതിച്ചുയരുന്നത് അമേരിക്കൻ സാമ്പത്തിക മേഖലയും പടിഞ്ഞാറൻ വിപണികളെയും തകർക്കാൻ പോകുന്നതാണ്. ആയുധബലം കൊണ്ട് നേടാൻ കഴിയാത്തത് സാമ്പത്തികമായ തളർത്തലിലൂടെ നേടിയെടുക്കാൻ ഇറാന് സാധിക്കുന്നു. ഇത് അമേരിക്കയെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. പുറത്ത് ഇറാന്റെ വെല്ലുവിളി നേരിടുമ്പോൾ സ്വന്തം നാട്ടിൽ ട്രംപ് വലിയൊരു രാഷ്ട്രീയ യുദ്ധത്തിലാണ്. അമേരിക്കൻ ജനതയുടെ വെറും 27% ആളുകൾ മാത്രമാണ് ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നത്. അനാവശ്യമായ യുദ്ധത്തിലേക്ക് നാടിനെ തള്ളിവിട്ട പ്രസിഡന്റിനെതിരെ അമേരിക്കൻ തെരുവുകളിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ആക്രമണം നടത്തിയ ട്രംപിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഒരു വൻ ശക്തി എന്ന നിലയിലുള്ള അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായ ട്രംപ് തകർത്തു എന്ന വികാരമാണിന്ന് വാഷിംഗ്ടണിൽ പുകയുന്നത്. ലോകശക്തികൾ ഒന്നടങ്കം ആയുധങ്ങളുമായി വളഞ്ഞിട്ടും പ്രഹരങ്ങളെ സഹിഷ്ണുതയോടെ നേരിടാനും അതിശക്തമായി പ്രതികാരം ചെയ്യാനുമുള്ള ഇറാന്റെ കരുത്ത് സാമ്രാജ്യത്വത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചിരിക്കുന്നു. സ്വന്തം മണ്ണിനും അഭിമാനത്തിനും വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇറാന്റെ പോരാളികൾക്ക് മുന്നിൽ പാശ്ചാത്യ അത്യാധുനിക യുദ്ധതന്ത്രങ്ങൾ ഓരോന്നായി നിഷ്പ്രഭമാവുകയാണ്. നേതാക്കൾ കൊല്ലപ്പെട്ടാലും വിപ്ലവത്തിന്റെ കനലുകൾ കെടാതെ സൂക്ഷിക്കാൻ ഓരോ ഇറാനിയൻ പോരാളിക്കും കഴിയുന്നുവെന്നത് ആ രാജ്യത്തിന്റെ വികേന്ദ്രീകൃതമായ പ്രതിരോധത്തിന്റെ മികവാണ് കാണിക്കുന്നത്. ഈ സംഘർഷം 7ാം ദിവസം പിന്നിടുമ്പോൾ ലോകത്തിന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. ആധുനിക ആയുധങ്ങൾക്കും പണത്തിനും ഒരു ജനതയുടെ ആത്മവീര്യത്തെ എന്നേക്കുമായി അടിച്ചമർത്താനാവില്ല. അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ പതനവും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ജനതയുടെ അതിജീവനവുമാണ് പശ്ചിമേഷ്യയിൽ നാം കാണുന്നത്. വൈറ്റ് ഹൌസിലെ പ്രാർത്ഥനാ മന്ത്രങ്ങൾക്കോ പാസ്റ്റർമാരുടെ ഇടപെടലുകൾക്കോ ഇറാന്റെ പ്രതികാരാഗ്നിയെ തണുപ്പിക്കാനാവില്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായി ഈ യുദ്ധം മാറുമെന്നതിലും സംശയമില്ല. ആയുധങ്ങൾ കൊണ്ട് ഇറാന്റെ ചങ്കൂറ്റത്തെ തോൽപ്പിക്കാനാവില്ലെന്ന തിരിച്ചറിവ് അമേരിക്കയെ ശരിക്കും വിറപ്പിച്ചിരിക്കുകയാണ്. ലോകം ഇന്ന് കാണുന്നത് ഒരു വൻശക്തിയുടെ പതനവും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ജനതയുടെ വിജയവുമാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ തന്നെ മാറ്റിമറിക്കാൻ ഈ സംഘർഷം കാരണമായേക്കാം.